പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യം എന്തൊക്കെയാണ് നടക്കുന്നേ? എനിക്ക് മനസ്സിലാകണില്ല. കേരളത്തിലെ ഏത് മുസ്ലിമിന്റെ ഏത് അമ്മാച്ചനാണ് പലസ്തീനിലുള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വാട്ടം പിടിക്കുന്നത്? അതിൽ ഇത്ര ചിരിക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞ ഉത്തരം ശരിയാ. ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും ഈ പാലസ്തീന്റെ ചരിത്രം പഠിച്ച് നമ്മുടെ ആൾക്കാരെ എന്തിനാ സമയം കളയുന്നത്? നമുക്കൊരു റോളും ഇല്ല അവിടെ. നമ്മൾ വിചാരിച്ച ഒരു ചുക്കും നടക്കില്ല 4 പ്രസംഗം യുണൈറ്റഡ് നേഷൻസ് നടത്താമെന്നുള്ളതല്ലാതെ പട്ടി വിലയാണ് നമുക്ക് അവിടെ. തൊപ്പിയുടെ ആരാണ്ട് ചോദിച്ചു പാലസ്തീന് ഇസ്രായേൽ വിഷയത്തിൽ എന്താണെന്ന് ചോദിച്ചു. അവന്റെ ബിസിനസ്സുമായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ പറഞ്ഞു അത് എനിക്ക് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും പാലസ്തീനെ അനുകൂലിക്കുന്നവരും ഉണ്ട് എന്ന് പറഞ്ഞത് അവനെതിരെ ലിഞ്ചിങ്. എന്നിട്ട് അവനെ വരച്ച വരയിൽ നിർത്തി തിരിച്ചു പറയിപ്പിച്ചു. അത്ര വലിയതായിട്ട് കേരളം വളർന്നിരിക്കുന്നു. വലിയ വളർച്ചയാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. അവരെയൊക്കെ തിരുത്തിയിരിക്കുന്നു. നമ്മളെ മതത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഹമാസിനെ അനുകൂലിക്കാത്ത ഒരുത്തനെ നമ്മളിനി റേറ്റിംഗ് ഇല്ല. അവനെ എല്ലാം ഒറ്റപ്പെടുത്തുക. അവരുടെ കൈവെട്ടിനെ പേടിച്ച് നമ്മുടെ ആൾക്കാർ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റുന്നു. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അവന്റെയൊക്കെ കസ്റ്റമേഴ്സ് പോവുക, ഫോളോവേഴ്സ് പോവുക. അവരൊന്നും കച്ചവടമില്ല. പിന്നെ ഞങ്ങളെല്ലാം നിർത്തും. ഇതാണ് ഇവിടെ നടത്തുന്നത്. ഇതാണ് മെസ്സി ഓടുന്നത്. അർജന്റീന ഓടുന്നതിന്റെ കാര്യം ഇതാണ്. അങ്ങനെയാണ് മുട്ടയും തൊപ്പിയും കുപ്പിയും എല്ലാം ഓടുന്നതിന്റെ കാര്യം ഇതാണ്. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിരുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കുന്നത്. വേട്ടയാടെ അവർക്ക് ആയുധം എടുത്ത് പോരാറാൻ പറ്റുന്നില്ല. ആയുധം അത് ഈ സോഷ്യോ പൊളിറ്റിക്കൽ ഫ്രെയിമിനുള്ളിൽ അത് നടക്കുന്നില്ല. മറ്റു പലയിടത്താണെങ്കിൽ അത് നടന്നേനെ. അത് നടക്കാത്തത് കൊണ്ട് അവർ ഈ രീതിയിലുള്ള ലിഞ്ചിങ് ആണ്. ജോസിന് എന്തോ ഐഡിയ പറയാണ്ട്. എന്താ ജോസേ? ഒരു ഭൂഭാഗത്തെ ജനങ്ങൾ അവിടെ ജനിച്ചുപോയി എന്ന ഒരു കുറ്റത്തിന് സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വേട്ടയാടപ്പെടുകയാണ്. സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെടുകയാണ്. സ്വന്തം മണ്ണിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. എത്രയും പെട്ടെന്ന് ഈ ഫലസ്തീൻ യുദ്ധം അവസാനിപ്പിക്കണം. നീയാണല്ലോ കോടതി. ഓടാമേര് പാണക്കാട് തങ്ങൾ തങ്ങളുണ്ടെന്ന് അറിയാമോ? ഈ തങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം അവിടുത്തെ മുസ്ലിങ്ങൾ ഇവരെ വെടിവെച്ച് കൊല്ലും. നീ ആരാ ഇവിടെ വരാൻ ചോദിച്ചോണ്ട്? കള്ളപ്പന്നി. ഒരു കാര്യം വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാലസ്തീനിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ എന്നും നിലപാട് എടുത്ത ജനവിഭാഗമാണ് കേരളം. പാലസ്തീന് കേരളം ഒന്നും പറഞ്ഞ സ്ഥലം ഉണ്ടെന്നറിയാമോ? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ചൈനയിലെ ഉയ്ഗുർ മുസ്ലിങ്ങിനെ വേണ്ടിയിട്ട് നിങ്ങൾ വാട്ടം പിടിക്കാത്തത് എന്താ ഐക്യദാർഢ്യം നടത്താത്തത്? ബർമയിൽ നിന്ന്, മ്യാൻമറിൽ നിന്ന് ഈ റോഹിംഗ്യ മുസ്ലിങ്ങളെ ഓടിച്ചല്ലോ. നിങ്ങൾ ഒരു പ്രതിഷേധവും കണ്ടില്ലല്ലോ. നിങ്ങൾക്ക് എന്താ ഈ പാലസ്തീനോട് സ്നേഹം? വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഇപ്പൊ ഈ പാലസ്തീൻ ഐക്യദാർഢ്യം പോയി കലാശിക്കാൻ പോകുന്നത് അയൽവക്കത്തുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും നെഞ്ചത്താണ്. അല്ലാതെ കേരളത്തിന് ജൂതനൊന്നും ഇല്ലല്ലോ. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?